മകളെ, എല്ലാവർക്കും സുഖമാണോ? നവവത്സരമൊക്കെ ആരംഭിച്ച ഇതാ ദിവസങ്ങൾ പിന്നിട്ടുകൊണ്ടിരിക്കുകയാണ്. സന്തോഷമല്ലേ വീട്ടിലൊക്കെ? ഇന്ന് ദൈവമായ കർത്താവ് നമ്മുടെ ഭവനത്തിലേക്ക് കടന്നു വരികയാണ്. അവിടുന്ന് നമ്മോട് സംസാരിക്കുന്ന കാര്യങ്ങൾ എത്രയോ മഹത്വപൂർണ്ണമാണ്. ഓരോ വചനത്തിലൂടെ ദൈവത്തിൻ്റെ ഹൃദയമാണ് നമുക്ക് തരുന്നത്. ദൈവത്തിൻ്റെ ആഗ്രഹമാണ് നമ്മെ അറിയിക്കുന്നത്. നമ്മോട് പറയാനുള്ളത് മുഴുവൻ ദൈവവചനത്തിലൂടെ നമ്മുടെ ഹൃദയത്തിലേക്ക്, വീട്ടിലേക്ക് കടന്നു വരികയാണ്. എന്താണ് ഇന്ന് കർത്താവ് തരുന്ന വചനം? പ്രഭാഷകന്റെ പുസ്തകം 18-ാം അധ്യായം 5-ാം വാക്യം. അവിടുത്തെ മഹത്വപൂർണമായ ശക്തി തിട്ടപ്പെടുത്തുവാൻ ആർക്ക് കഴിയും? അവിടുത്തെ കാരുണ്യം വർണ്ണിക്കുവാൻ ആർക്ക് സാധിക്കും? നമ്മുടെ ജീവിതത്തിലേക്ക് ദൈവത്തിൻ്റെ മഹത്വം കൃപയായി ഒഴുകുകയാണ്. ദൈവത്തിൻ്റെ മഹത്വം ഏറ്റവും ചെറിയ കാര്യങ്ങളിലൂടെയാണ് കടന്നു വരുന്നത്. നഷ്ടപ്പെട്ടു പോയ അവസരങ്ങൾ, നഷ്ടപ്പെട്ടു പോയ ബന്ധങ്ങൾ, നഷ്ടപ്പെട്ടു പോയ അവസരങ്ങൾ, ഇതിലൂടെയാണ് ദൈവത്തിൻ്റെ മഹത്വം നമ്മിലേക്ക് കടന്നു വരുന്നത്. ഒരു പക്ഷേ മുന്നിലുള്ള സ്വപ്നക്കല്ലുകൾ തകർന്നു വീഴുമ്പോഴും നിരാശപ്പെടരുത്. മാനഹാനി, ജീവഹാനി, പരാജയഭീതി ഇതെല്ലാം വന്നു കഴിഞ്ഞാലും നഷ്ടധൈര്യരായി തീരരുത്. കാരണം അവിടുത്തെ കാരുണ്യം വർണ്ണിക്കാൻ ആർക്ക് സാധിക്കുമെന്നാണ് ചോദിക്കുന്നത്. അതുകൊണ്ട് കർത്താവ് എല്ലാവരോടും കരുണ കാണിക്കുകയാണ്. 30 വർഷം നിരന്തരമായ പരാജയം ഏറ്റുവാങ്ങിയ എബ്രഹാം ലിങ്കൺ വിജയിച്ചില്ലേ? 1000-ലേറെ പരാജയങ്ങൾ ഏറ്റുവാങ്ങിയ തോമസ് ആൽവ എഡിസൺ വിജയത്തിൻ്റെ പിന്നിലുള്ള കഥ വിവരിക്കുന്നില്ലേ? പറയുകയാണ്, ദൈവത്തിൻ്റെ മഹത്വം ഓരോ നിമിഷങ്ങളിലും നമ്മളിലേക്ക് ഒഴുകിയെത്തുകയാണ്. കളയരുത്. ദൈവമഹത്വത്തിൻ്റെ ഒരു കിരണമായി നീ മാറട്ടെ. ആശ്വാസപ്രദമായ രാത്രി, പ്രതീക്ഷാനിർഭരമായ പ്രഭാതം, സൽപ്രവർത്തികൾ നിറഞ്ഞ ദിവസം നൽകി അവിടുന്ന് നമ്മെ എല്ലാവരെയും അനുഗ്രഹിക്കട്ടെ. നമ്മുടെ കർത്താവ് ഈശോ മിശിഹായുടെ കൃപയും പിതാവായ ദൈവത്തിൻ്റെ സ്നേഹവും പരിശുദ്ധാത്മാവിന്റെ സഹവാസവും നാം എല്ലാവരോടും ഇത് ഷെയർ ചെയ്ത് കടന്നു ചെല്ലുന്ന എല്ലാ ഭവനങ്ങളിലും കർത്താവിൻ്റെ മഹത്വം വന്ന് നിറയട്ടെ, ഇപ്പോഴും എപ്പോഴും എന്നേക്കും. ആമേൻ.